ഇന്ന് 12/7/2025 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം. ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോടുള്ള കാപ്പാട് കനിവ് സ്നേഹതീരത്തിലാണ്. വി ക്രിയേറ്റേഴ്സ് എന്ന യൂട്യൂബ് ഫാമിലിയുടെ ഒരു സ്നേഹ വിരുന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാണാം നമുക്കതിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതൊരു ഫുൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സ്നേഹം കൊതിക്കുന്ന ഒരു പറ്റം പച്ചയായ മനുഷ്യർ, അവർക്കല്പം സ്നേഹവും സാന്ത്വനവും നൽകാൻ വി ക്രിയേറ്റേഴ്സ് ഫാമിലി തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ദിവസം മാറ്റിവെച്ചു. ഇതിലും വലിയൊരു പുണ്യം മറ്റൊന്നുമില്ല. പ്രോഗ്രാം തുടങ്ങാനാവുന്നേ ഉള്ളൂ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, മലപ്പുറം, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്. അതുപോലെ നമ്മുടെ സ്നേഹ വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനമാണെന്നാണ്. പലർക്കും ഇത് ആദ്യ അനുഭവമാണ്. നമ്മുടെ സുധീർ പാണ്ടിക്കാടും ഷിഹാബും ആണ് കേട്ടോ. അതുപോലെ സ്നേഹ വീട്ടിലെ ആളുകളാണ് ഇവരൊക്കെ. ഓക്കെ, എവിടെയാണ്? എത്രാമത്തെ വട്ടം വരുന്നത്? സെമീന ആദ്യമായിട്ട് വരുന്നത്. സ്നേഹ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം. ബേബി എത്രാമത്തെ വട്ടാ? നിങ്ങളോ? ബുഷ്രാത്ത ഫസ്റ്റാണ്. ക്യാപ്റ്റൻ എന്തൊക്കെയുണ്ട്? സുഖാണോ? ക്യാപ്റ്റനെ കണ്ട് പഠിക്കണ്ട. ഇന്ന് സുഖമില്ലായിട്ടും ആള് ലിഗ്മെന്റ് തെറ്റിയതാണ്. എന്നാലും നമ്മുടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഇനി എന്നാ കത്രകൂണ്? ഇതാണ് നമ്മുടെ ഖദീജമ്മ. ഞാൻ അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. സ്നേഹനിധിയാണ് എൻ്റെ ഖദീജമ്മ അല്ലേ. ഞാനിന്ന് കാപ്പാട് കനിവ് സ്നേഹതീരത്തിലാണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ആനന്ദ്. ആനന്ദിൻ്റെ എല്ലാ പ്രോഗ്രാമിനും വരുമ്പോൾ ഞാൻ കാണും. സ്നേഹനിധിയാണ് ആനന്ദ്. ആനന്ദേട്ടാ, എന്താ വിശേഷങ്ങൾ? ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഓക്കെ. നമുക്ക് ചേട്ടനുമായിട്ടും അനിയനുമായിട്ടും അദ്ദേഹമേ ഉള്ളൂ. വന്നില്ലെങ്കിൽ, എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ റൂമിൽ വന്ന് അന്വേഷിക്കൂ. വരണം. ഒന്നും തന്നില്ലെങ്കിൽ ഞങ്ങളെ വന്ന് കാണുക. സ്നേഹം മാത്രം മതി. ഞങ്ങൾക്ക് സ്നേഹമാണ് ഏറ്റവും വലിയത്. നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. നമ്മുടെ റസിയാത്ത് വന്നു കേട്ടോ. ഇവരൊക്കെ യൂട്യൂബേഴ്സാണ്. ഹുസ്ന ചിപ്പു, ചെറിയ തോതിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് സന്തോഷം. ഇത് നമ്മുടെ 500 അറിയാമോ? എന്നെ പിള്ള 500-ാം ദിവസം ജീവിച്ച എനിക്കും കൊള്ളാം, പിള്ളേർക്കും കൊള്ളാം.
തിരിച്ചു കൊടുത്തു തിലകൻ കൊക്കത്തന കൊളമത്തന കൊക്കിനെ കണ്ടാണോ മക്കളെ എന്നോട് ഈ കളി വേണോ ജനാർദ്ദന ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. പുള്ളി പ്രസംഗിച്ചാൽ നമുക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. നരേന്ദ്രമോദി ഓക്കെ. ശരിയല്ലേ? നമ്മുടെ മുറികളിലുണ്ടാക്കി അങ്ങനെ പല പല കളികൾ പങ്കു നടത്തി കണ്ടവരല്ലേ എന്നും കുത്തി കടന്നു പൂച്ചകൾ കടിപിടി കൂടിയ ഹലക്കെന്നും കുട്ടി ചൂടാൻ മൂളിയ ലക്ഷണമാകേണം പെണ്ണും അമ്മായും നാത്തൂനും അയൽവക്കത്തുള്ള ആൾക്കാരും പറഞ്ഞത് മുപ്പിച്ചു എന്റെ മാരനെ പഠിപ്പിച്ചു അങ്ങനെ പല പല കളികൾ പങ്കു നടത്തി കണ്ടവരല്ലേ എന്നും കുത്തി മൂന്നിൽ നേരും എന്നെ പട്ടിണി കുട്ടികൾ പാടാക്കി ഇനി പോയാൽ അമ്മയോട് മുൻപോറാക്കി വീട്ടിൽ വിളിയും വിളിയും ഒന്നും എനിക്കില്ലാതാക്കി പറ്റില്ലാതെ കഞ്ഞി തന്നവർ എന്നെ സിലിപ്പാക്കി ചേലാക്കി മാലാക്കി എന്നും പാടാക്കി കമ്പരം എത്തിച്ചു എന്നിട്ട് നമ്പലം എത്തിച്ചു അങ്ങനെ പല പല വഴികൾ പങ്ക് നടത്തി കണ്ടവരെന്നെ എന്നും കുത്തി വേണ്ട ഈ കളി വേണ്ട വേണ്ട സീനം കാട്ടുക വേണ്ട വേണ്ടെങ്കിൽ ഞാനിപ്പം വയ്ക്കോളാം ഈ തറവാട്ടിൽ വന്നൊരു നാൾ മുതൽ ഓരോ നമ്മുടെ ബി ക്രിയേറ്റീവ്സിലെ സെലിനെയാണ് ഈ വരുന്നത് കേട്ടോ. ഇതാണ് കനിവ് സ്നേഹതീരത്തിലെ ഒരു ഉമ്മച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഉമ്മച്ചിനെ. എത്രയിലാണ് പഠിക്കണേ? UKG. വെരി ഗുഡ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം എത്തിയിരിക്കുന്നത് കനിവിലാണ്. കാപ്പാട് കനിവ് സ്നേഹതീരം. എന്താണ് കനിവ് സ്നേഹതീരം എന്നൊക്കെ കനിവിന്റെ ആളുകൾ പറയും. എങ്ങനെയാണ് കനിവ് ഉണ്ടായത്, എങ്ങനെയാണ് ഉത്ഭവം, കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് കനിവിൽ വരുന്നത്. ഏകദേശം 50ഓളം അച്ഛനമ്മമാർ ഇവിടെ ഉണ്ട്. അവരെ കാണാനും അവരോട് കൂടെ കുറച്ചു നേരം ചെലവഴിക്കാനുമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിനപ്പുറത്ത് നിങ്ങളെ കൂടെയുള്ള ഇവിടെയുള്ള അച്ഛനമ്മമാർക്ക് സ്നേഹം കൊടുക്കുക, സാന്ത്വനം കൊടുക്കുക. ഇന്ന് നമുക്ക് ആരെയും കേൾക്കാൻ സമയമില്ല, ആരോട് ചോദിച്ചാലും തിരക്കാണ്. ഏകദേശം ബി ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പില്, യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പിൽ 600 ചില്ലാനം ആളുകളുണ്ട്. അതിൽ ആകെ എന്ന് പറഞ്ഞത് ഒരു പേരോട്. അപ്പൊ ഇവിടെ എത്തിയ ആളുകൾ ഭാഗ്യം ചെയ്തവരാണ്, നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല മനസ്സ്. ചിലവരൊക്കെ തിരക്കാന്ന് പറഞ്ഞ് മാറി നിൽക്കും. അപ്പൊ അവരോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, വന്ന ആളുകളോട് അതിയായ സ്നേഹവും. കനിവിലുള്ള ഈ അച്ഛനമ്മമാരെ എങ്ങനെ ഇവിടെ എത്തി? ചിലപ്പോ മക്കൾ ഉപേക്ഷിച്ചതാവാം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടതാവാം ജീവിതത്തില്. അത് എങ്ങനെയാവട്ടെ, പക്ഷേ കനിവിലുള്ള ഈ അച്ഛനമ്മമാരെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ അഫാന്റെ കഥ അറിയാം. അവര് സ്വന്തം വീടുണ്ടായിട്ട് പോലും സ്വന്തം ഉമ്മാനെയും കൂടപ്പിറപ്പുകളൊക്കെ കാണിച്ചു കൂട്ടി നിങ്ങൾക്ക് അറിയാം. അപ്പോ അച്ഛനമ്മമാർക്ക് സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ല. അപ്പോഴാണ്
ഇതുപോലുള്ള സ്നേഹതീരങ്ങള്, കനിവുകള്, നല്ല കനിവുള്ള ആളുകളാണ് കനിവിലുള്ളത്. നമ്മുടെ റാഷിദ് ഭായ് ഇവിടുത്തെ പഴയ മാനേജറാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഓൺ സ്പോട്ടിൽ റിപ്ലൈ തരും. അതുകൊണ്ടാണ് കനിവിലേക്ക് വീണ്ടും വീണ്ടും വരാൻ നമുക്ക് തോന്നുന്നത്. പിന്നെ എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയലാണ്. ഉദ്ഘാടകനായി വരാൻ പോകുന്ന മമ്മാലിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ വി ക്രിയേറ്റേഴ്സിന്റെ സ്നേഹവിരുന്നാണ് നമ്മൾ ഒരുക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് മമ്മാലി കണ്ണൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, മനാഫ് സാഗർ. അദ്ദേഹം എത്തിയിട്ടില്ല, വരുന്നുണ്ടോ? അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഷഫീന കണ്ണൂർ, യൂട്യൂബറാണ്. ഇലിയാസ് പി കനിവിന്റെ ചെയർമാൻ ആണ്, ഇവിടെ ഇല്ലല്ലേ? ഇല്ല, ഓക്കെ. സുൽത്താൻ നൂറുദ്ദീൻ കനിവിന്റെ ഇപ്പോഴത്തെ മാനേജറാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഷീർ പി കനിവിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും അതുപോലെ റാഷിദിനെയും സ്നേഹപൂർവ്വം നമ്മളൊരു സ്നേഹാദരവ് വാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുക. ചിപ്പു പ്ലീസ്. താങ്ക് യു. അതുപോലെ നമ്മുടെ ആശംസ അറിയിക്കുന്ന ഒരാളായിരുന്നു ജെഫ്സി, അവിടെ എത്തിയിട്ടില്ല. അവർ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാബിറ സാബി അവരും വരുന്നേ ഉള്ളൂ തോന്നുന്നു. റമീസ അവരും എത്തിക്കണ്ടില്ല. അസൂറ, അതുപോലെ നമുക്ക് നന്ദി അർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഹബി, അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ബുള്ളറ്റ് മാനോക്ക, ഹലോ മാനോക്ക വെൽതന്നെ കൊടുത്തോ, ഒന്ന് കൈയടിക്കും. ബുള്ളറ്റ് മാനോക്ക എല്ലാവർക്കും അറിയാല്ലേ, നമ്മുടെ കനിവില് എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു മാനോക്ക. ഒരു ബുള്ളറ്റ് കൊണ്ട് കേരളത്തിലും ഇന്ത്യക്കുള്ളിലൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് വൈറൽ വീഡിയോസ് ഒക്കെ സൃഷ്ടിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നന്മ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഇനിയിപ്പോ ആർക്കാണ്, നമ്മുടെ ഹബിക്ക് ഒരു ഫ്ലവർ കൊടുക്കും പ്ലീസ്. ഹബി, നമ്മുടെ ബാസി ഹാക്സ്, ബാസിത്തിന് ഫ്ലവർ കൊടുക്കും. ബാസിത്തിന്റെ വൈഫ് എവിടെ? മുത്തോള് വെരി വെരി സിംഗർ മമ്മാലി കണ്ണൂർ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷഫീന കണ്ണൂർ അവരൊക്കെ വരുന്നുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എഴുത്തും പാട്ടും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വരികളും പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷഫീന കണ്ണൂർ പ്ലീസ് സ്റ്റേജിലേക്ക് വരും. അസൂറുണ്ടോ? റമീസ് ഉണ്ടോ? ഒക്കെ വരും. ഇനി നമ്മളെ ഷഫീനക്കുള്ള ഒരു ഉപഹാരം പ്ലീസ് വരും, മുമ്പ് വരും. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ജുഹൈനാക്ക് ഒരു ഫ്ലവർ കൊടുക്കും, സ്നേഹത്തിന്റെ ഫ്ലവർ. സാബിറ സാബി പ്ലീസ് ഇങ്ങോട്ട് വരും. സാബിറ സാബിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാബിറ സാബിക്ക് നല്ലൊരു കൈയടി. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ, യൂട്യൂബേഴ്സ് ആണ് എല്ലാം. നമ്മൾ പോകുന്നത് വരെ ഇവിടെ വളരെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിൽ, അതേപോലെ നമ്മൾ അകത്ത് പോയിട്ട് വീഡിയോസും കാര്യമൊന്നും എടുക്കരുത്. നമുക്ക് അച്ഛനമ്മമാരെ കാണാം, പക്ഷെ അവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കരുത്. ഇവിടുന്ന് നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. കനിവ് സ്നേഹതീരം. അപ്പൊ ഞാൻ ഇപ്പൊ സ്വാഗതമൊക്കെ പറഞ്ഞു. അതുപോലെ ഇനി സ്വാഗതം പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സ്നേഹ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അല്ലേട്ടൻ, സുല്ലേട്ടൻ, ബേബി, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിൽ നിന്ന് വന്ന മുബീന, നമ്മുടെ റസിയ, ബുഷ്ര, പുഷ്പ, അതുപോലെ നമ്മുടെ സുനിത മൂത്തേടം, അങ്ങനെ എല്ലാവരെയും പേരാരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ നമ്മുടെ ഷിഹാബ്, എല്ലാവരെയും, അതോടൊപ്പം 600-ലേറെ ആളുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. പിന്നെ എടുത്തു പറയേണ്ട കുറെ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻസ് ആണ്, വി ക്രിയേറ്റേഴ്സിനെ നയിക്കുന്ന അഡ്മിൻസ് ആണ്. നമ്മുടെ ദിൽഷ, ജിഹു, ജുനൈസ്, മുഫി, റാഷിദ, സജ്ന എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതലുള്ള ആളാണ്. വി ക്രിയേറ്റേഴ്സിന്റെ വലിയൊരു അഡ്മിനാണ് സജ്ന. അപ്പൊ എല്ലാവരെയും ഒറ്റ വാക്കില് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചെറിയൊരു കഥ പറഞ്ഞ്
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു അച്ഛനും അമ്മയും ഒരു മകനും. ആ മകനെ ഒരുപാട് സ്നേഹത്തോടു കൂടി അവൾ വളർത്തി, വിദ്യാഭ്യാസം കൊടുത്തു, വലിയ പഠിപ്പിച്ച് ഡോക്ടറൊക്കെ ആയി. അതിനുശേഷം അദ്ദേഹം കല്യാണം കഴിച്ചു, വിവാഹം കഴിഞ്ഞു, 2 മക്കളായി. അച്ഛനും അമ്മയും വയസ്സായി വന്നു. പിന്നീട് അവർ രോഗശയ്യയിലായി. ആ സമയത്ത് മരുമകൾ പറഞ്ഞു, അച്ഛനും അമ്മയും നമുക്ക് വേണ്ട, അവരെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവിടാന്ന് പറഞ്ഞു. പക്ഷേ സ്നേഹനിധിയായ മകൻ പറഞ്ഞു, വേണ്ട, അവരെനിക്ക് വേണം, അവരാണ് എനിക്ക് ജന്മം തന്നത്, അവരാണ് എനിക്ക് വിദ്യാഭ്യാസം തന്നത്, അവരാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. പക്ഷേ ഭാര്യ പറഞ്ഞു, വേണ്ട, നമ്മുടെ സ്റ്റാൻഡേർഡിന് അവർ ഒക്കൂല, അവർ ബെഡിലൊക്കെ മൂത്രമൊഴിക്കുകയാണ്, അവരെ നമുക്ക് ഇവിടുന്ന് മാറ്റണം, ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടേ കളയണം എന്ന് പറഞ്ഞു. നിരന്തരമായിട്ടുള്ള ഭാര്യയുടെ ആ ഒരു അപേക്ഷ മാനിച്ച് ഭർത്താവ് എന്ത് ചെയ്തു, ഒരു ദിവസം കാറ് കയറ്റി അച്ഛനെയും അമ്മനെയും. കാറിൽ കയറ്റിയപ്പോൾ ഒരു കരുതി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനോ വല്ല വിനോദയാത്രക്ക് പോകാനാണ്. പാവങ്ങൾക്ക് അറിയില്ല. കുറെ പോയിട്ട് ഒരു വൃദ്ധസദനത്തിന്റെ മുമ്പ് കൊണ്ട് വണ്ടി നിർത്തി. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു. ഇനി മുതൽ നിങ്ങളെ വീട് ഇതാണ്, ഞങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ വരും, ക്യാഷ് എത്ര വേണമെങ്കിലും ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചിന്തിക്കുന്നത്, എല്ലാം വെറുതെ ആയിരുന്നു. മക്കളെ പഠിപ്പിച്ചതും സ്നേഹിച്ചതും ബഹുമാനിച്ചതും എല്ലാം വെറുതെ ആയിരുന്നു. അവരെ കയ്യിലുള്ള സ്വത്തും മുതലൊക്കെ അവര് മക്കൾക്ക് എഴുതി കൊടുത്തു, ഈ മോനെ എഴുതി കൊടുത്തു. അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളി. വൃദ്ധസദനത്തിൽ നിന്നപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തിനാണ് ഇങ്ങോട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവിടെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടൊക്കെ അവരോട് നിർത്തി പോകുന്നു തൽക്കാലം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ മകന് റോഡ് ആക്സിഡന്റ് ആവുകയാണ്. അതീവ ഗുരുതരമായിട്ട് ICUയിൽ കിടക്കുകയാണ്. അങ്ങനെ ഈ അച്ഛനമ്മനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോന് ആക്സിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. വളരെ സീരിയസ് ആണ്. അതിൽ ഈ അച്ഛനും അമ്മയും പറഞ്ഞൊരു വാക്കുണ്ട്, സാരമില്ല, ഞങ്ങളെല്ലാം പുറത്തു കൊടുക്കാം, എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നാ പറഞ്ഞത്. അങ്ങനെ അവിടെ ICUയിൽ ചെന്നിട്ട് കാണുമ്പോൾ പൊട്ടിക്കരയാണ്. ഈ മകന് തെറ്റുപറ്റിപ്പോയി. തനിക്ക് ജീവിതം തന്ന, ജീവൻ തന്ന, എല്ലാ സുഖ സൗകര്യവും തന്ന, ഇന്ന് ഈ നിലയിലെത്തിച്ച അച്ഛനെയും അമ്മയെയും ഭാര്യയുടെ വാക്ക് കേട്ട് തള്ളി പറഞ്ഞിട്ട് മകന് ബോധ്യമായി എല്ലാം വെറുതെ ആയിരുന്നു. അങ്ങനെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ദേ ആർ ദ വിസിബിൾ ഗോഡ്സ്, നമ്മുടെ കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരോട് ചേ എന്നൊരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മോട് പറയില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്, ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ അവിടെ പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഫാമിലീസ് വരും. ഭാര്യക്ക് എടുക്കും, മക്കൾക്ക് എടുക്കും. അച്ഛന്റെയും അമ്മന്റെയും അല്ലെങ്കിൽ ഉപ്പാടെയും ഉമ്മാന്റെയും പേര് അവിടെ വരില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ഓർക്ക് എടുക്കണ്ടേ? ഓർക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്തിട്ടുണ്ടെന്ന് പറയും. കാരണം മക്കൾ അവരെ അത്രയും ബാക്കോട്ട് തള്ളുന്ന, അവർക്ക് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും മാറി ചിന്തിക്കണം. അവരില്ലെങ്കിൽ നമ്മളില്ല. ഇന്നിപ്പോ ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ഉപ്പച്ചി ഇല്ല. അവരില്ലാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ അത്രയും പ്രയാസത്തിലാണ്. കാരണം ഉമ്മച്ചി ഇല്ലാത്ത ജീവിതം നരകതുല്യമാണ് എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നിങ്ങൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ചേർത്ത് പിടിക്കുക. അവര് കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്തോ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ സ്നേഹമാണ്, ഉമ്മച്ചിന്റെ സ്നേഹമാണ്. അതെല്ലാവരും തിരിച്ചറിയുക. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സുഹൃത്തായ ബുള്ളറ്റ് മാനുവിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചോളും. നമ്മുടെ ഉദ്ഘാടകൻ കണ്ണൂർ മമ്മാലി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കനിവ് സ്നേഹതീരത്തിന്റെ സ്നേഹനിധികളായിട്ടുള്ള ഉമ്മമാര്, ഉപ്പമാര്, ഈ ക്രിയേറ്റീവ്സിന്റെ മെമ്പേഴ്സ്, മറ്റ് നമ്മുടെ അതിഥികളായിട്ടുള്ള ഒരുപാട് നമുക്കറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, കുറഞ്ഞ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്താം 10 മണിക്ക് നമ്മൾ പറഞ്ഞു, പക്ഷെ 10 മണിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം വരും കുറച്ച് വൈകി, ലൊക്കേഷനൊക്കെ ഒന്ന് മാറിപ്പോയി. മമ്മാലിനെ നിങ്ങൾക്കറിയാം, മമ്മാലിക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ വേദിയാവും. മമ്മാലിനെ പരിചയം ഉണ്ടായിരിക്കും, അറിയുന്നവരുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ണൂരിന്റെ ഒരു വേടനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരാളുണ്ട് മമ്മാലിനെ അറിയണമെങ്കിൽ, നമ്മള് സുബൈർ മാഷ കൂടെ
ഒരു കഥാപ്രസംഗം നടക്കുന്ന സുബൈർ ഖാൻ അറിയാം. ഞാൻ സുബൈർ ഖാനെ വേറെ പറഞ്ഞുതരാം. നോമ്പ് തുറന്നാൽ ലോറി പോകും, ബസ്സും പോകും, കാറും പോകും. പിന്നെ അല്ല സോറി, മറ്റേ റെയിൽവേ ട്രാക്ക് പറഞ്ഞാല് നോമ്പർപ്പിക്കലിന് ഒരു ഡയലോഗ് ഓർമ്മയുണ്ടാവും. ഒരു സുബൈർ മാഷ് ചുരുക്കി പറഞ്ഞ മമ്മാലി അവരൊക്കെ കൂടുതലുള്ള ഒരാളാണ്. ഏതായാലും നമ്മൾ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മളെ ഷഫീന, സാബിറ, അസൂറ, ഒരുപാട് ആളുകൾ എല്ലാവരും ഈ കൂട്ടുകൂട്ടത്തിൽ നമ്മളെ പിന്നെ ബാസിയാക്സിന്റെ മേലെ, അതുപോലെ സെല്ല വിലക്കെ ഉണ്ട് ഇവിടെ, അതുപോലെ റാബിയ റോസുകളൊക്കെ എല്ലാവരും ഉണ്ട്. ഏതായാലും ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് സംഘാടകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ബഷീർ ഖാൻ റാഷിദ്, അതുപോലെ നമ്മളെ സാദിന്റെ നമ്മളോട് ഇങ്ങനെ പ്രോഗ്രാം പറഞ്ഞപ്പോൾ നമുക്ക് മാനിക്ക് അങ്ങനെ ഇന്ന സ്നേഹത്തില് ഒരു പരിപാടി സംഘടിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കോട്ടക്കല് അകണ്ടത്താണ്ട് തന്നെ ശാന്തി തീരത്തിലേക്ക് നമ്മളൊരു പ്രോഗ്രാം, 73ഓളം കുട്ടികൾ ആരാരുമില്ലാതെ വഴിയിൽ വലിച്ചെറിയപ്പെട്ട 73ഓളം കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇതുപോലെ കൂടണം, നമ്മളെ സഹായം ചെയ്യണമെന്നുണ്ട്. സാദി പറഞ്ഞതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൂടിയവർക്ക് വീഡിയോ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സിനോട് ഇതൊരു ഉപദേശം, നമ്മുടെ ഈ സ്നേഹതീരത്തിന്റെ ഗേറ്റ് കിടക്കുമ്പോൾ അതിന്റെ മുന്നിൽ 2-3 വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരോട് ആരും നിങ്ങൾ കുടുംബ പശ്ചാത്തലം ചോദിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്നേഹബന്ധത്തിന്റെ നീരുറവ പറ്റിയ, മാധുര്യം നഷ്ടപ്പെട്ട കുടുംബവർഗങ്ങള് നമ്മളാണ് അവരുടെ കുടുംബങ്ങൾ. സ്നേഹതീരത്തെ കുറിച്ച് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സ്നേഹതീരത്തിന്റെ പേരിൽ, കനിവിന്റെ പേരിൽ, അതുപോലെ തന്നെ മറ്റ് സ്നേഹാലയം 9929 ഒരു വൈറ്റ് കാർ ഉണ്ട്, ഒന്ന് മാറ്റി കൊടുത്താൽ സൗകര്യമായിരുന്നു. ആരതാണ്? ഓക്കെ, പ്ലീസ്. നമ്മുടെയൊക്കെ ഇടയിൽ നമ്മളൊക്കെ ഇടക്കിടക്ക് നമ്മളെ മക്കളൊക്കെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണിത്. കാരണം നമ്മളും ഈ പ്രായം കഴിഞ്ഞു പോകും, ഇവിടെ താമസിക്കുന്നവരുടെ അതേ പ്രായത്തിലേക്ക് വരും. അന്ന് നമ്മളെ മക്കൾ നമ്മളെ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ബന്ധങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്തൊക്കെ ആയിത്തീരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴേ നമ്മളെ മക്കളെ, ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാം, മാതാപിതാ ബന്ധങ്ങളും അല്ലെങ്കിൽ മക്കൾ മാതാപിതാ ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഇതേ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നും ഇതുപോലെ. അതുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ പ്രിയ ഗായകനും നമ്മുടെ ഒരു ഗ്രൂപ്പ് മെമ്പറുമായിട്ടുള്ള കണ്ണൂർ മമ്മാലിയെ സ്നേഹവും ഒരുപാട് ബഹുമാനത്തോടുകൂടി ആദ്യം ക്ഷണിക്കുകയാണ്. സ്നേഹതീരം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഇതിന്റെ ഭാരവാഹികൾ, അതുപോലെ ക്രിയേഷൻസിന്റെ ടീം അംഗങ്ങൾ, ഞാൻ ആദ്യമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ നേരത്തെ നമ്മുടെ മാനൊക്കെ പറഞ്ഞു, ഇത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വേദിയായിരിക്കുമെന്ന്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഏതാണ് സുന്ദരമായ ലോകം? പറയാമോ? ഏതായിരിക്കും സുന്ദരമായ ലോകം? ഉമ്മയും ബാപ്പയും ഉള്ള ലോകമാണ്. അങ്ങനെ മാത്രം പറയാൻ പോരാ, അതിനേക്കാൾ ഉപരി ഒന്ന് പറയാൻ. ഏതായിരിക്കും സുന്ദരമായ ലോകം? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സുന്ദരമായ ലോകം ഏതാണ്? നമുക്ക് നമ്മെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരുള്ള, നമ്മുടെ വേദനകൾ കേൾക്കാനോ അതിന് സാന്ത്വനമേകാനുമുള്ള ഒരു തണലുള്ള ഒരു ലോകം.
അതല്ല ഏറ്റവും സുന്ദരമായ ലോകം. അതിൽ പെട്ട ഏറ്റവും വലിയൊരു വടവൃക്ഷമാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ലോകം, വലിയൊരു വേദി അത് ഈ സ്നേഹതീരമാണ്. അല്ലേ അല്ലേ? ഇവിടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ആരെയും ഒരു നുള്ളു പോലും വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ. അങ്ങനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് ജന്മങ്ങൾ. അപ്പൊ അവരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലോകം, അത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ ലോകം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം വേദികളിലൊക്കെ പോകാറുണ്ട്. ടണൽ കേന്ദ്രങ്ങളിലും കരടി കേന്ദ്രങ്ങളൊക്കെ ഞാനെന്നല്ല, എന്നെപ്പോൾ ഒരുപാട് കലാകാരന്മാര് പോകാറുണ്ട്, അവരുടെ സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. അതൊക്കെ ഒരു നന്മയുള്ള പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ എല്ലാവർക്കും സ്നേഹം ലഭിക്കണം, ഒരു അൺകണ്ടീഷണൽ ലവ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം കൊടുത്താൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തിലും, അല്ലെങ്കിൽ നമ്മൾ ഏത് ലോകത്ത് ചെന്നാലും നമുക്കൊരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരെ സംരക്ഷിക്കണം? മാതാപിതാക്കളെ സംരക്ഷിച്ചേ. ഞാനൊരു കാര്യം പറയാം, ചെറിയൊരു സ്റ്റോറിയാണ്. ലുക്മാൻ എന്നൊരു കുട്ടി, ആ കുട്ടി എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമ്മയോട് ചോദിക്കും അത്രേ, ഉമ്മ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ ഉമ്മക്ക് എന്ത് കൊണ്ടുപോകും? ഞാൻ ഇന്ന് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? നിങ്ങൾ എന്ന് ചോദിക്കാറുണ്ടോ അങ്ങനെ ഉമ്മയോട്? എത്ര പേര് ചോദിക്കാറുണ്ട്? സത്യം പറയും, കൈവയ്ക്കുക. സ്വന്തം മാതാപിതാക്കളോട് എന്നും ഞാൻ ഇന്ന് വരുമ്പോൾ എന്ത് കൊണ്ടുവരണം എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടോ? ഒരു കുട്ടിയുണ്ട്. ഞാൻ ഇത് പറയുന്നല്ലോ, ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ആളാണ്. ഞാൻ ഡെയിലി ഉമ്മയെ കാണും, ഉപ്പയെ കാണും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും, എന്തെങ്കിലും. ഒരു പക്ഷെ ചെറിയൊരു കാര്യം, ഒരു 10 രൂപയുടെ കാര്യം, പക്ഷെ അത് വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാല്, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരുമായിരുന്നു. അപ്പൊ അവർക്ക് അത് വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മാനുക്ക, നമ്മുടെ സ്വാഗത പ്രസംഗം നിർവഹിച്ച സാദി ഇന്ത്യ, നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ മമ്മാര്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ അമ്മമാരെ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതായത് അതായത് വി ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നതും ഇനിയും നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂസ് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ഉപ്പാനോ ഉമ്മാനോ നമ്മളെ എങ്ങനെയായാലും ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മളെ കൈവിടൂല എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുക. പിന്നെ മാനുക്ക പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനി ഉയർന്നു വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും നമ്മളെ ബഹുമാനപ്പെട്ട ഉപ്പയോ ഉമ്മയോ സ്നേഹിക്കുക, പ്രവർത്തിക്കുക. ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഷീർക്ക് ഒരു കുറച്ചുകൂടി ബഹുമാനപ്പെട്ട വി ക്രിയേറ്റേഴ്സ് സാരഥികളെ, വേദിയിലുള്ള മറ്റ് ആദരണീയ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദര സ്നേഹധീരൻ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സുദിനം
സ്നേഹദിനത്തെ സംബന്ധിച്ച് ഏറെ സന്തോഷവും നന്ദിയും കടപ്പാടും ഉളവാക്കുന്നതാണ്. വിശിഷ്യ സാബി ഇന്ത്യ നേരത്തെ തന്നെ സ്നേഹദിനത്തിന്റെ ഒരു ഇന്റിമേറ്റ് അംബാസഡറാണ്. ഒരുപാട് തന്റെ സൗഹൃദവും തന്റെ വിപുലമായ വ്യക്തിബന്ധവും ഒക്കെ തന്നെ എപ്പോഴും സ്നേഹദിനത്തിന് കൂടി ഗുണകരമാക്കുന്ന അർത്ഥത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ സ്നേഹദിനത്തിന് ഒരു താങ്ങും തണലും ആശ്വാസവുമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേത് വിശിഷ്ട ദിനങ്ങളും അദ്ദേഹം സ്നേഹദിനം കുടുംബങ്ങളോടൊത്താണ് ചെലവഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കാറില്ല, കാരണം നിങ്ങളുടെ കൂടെ ഏറെ നേരം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹദിനത്തിലെ കടന്നു വരവ് സ്നേഹദിനത്തെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ സ്നേഹദിനത്തിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി കഴിയട്ടെ. വിശിഷ്ട പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ ആണ് ഇവിടെ ഉള്ളത്. ബുള്ളറ്റ് മാനു അവർ, അതോടൊപ്പം തന്നെ എത്തിച്ചേർന്ന പല യൂട്യൂബേഴ്സിനെയും കൂടുതൽ അടുത്തറിയില്ലെങ്കിലും നിങ്ങളൊക്കെ ഈ ദൗത്യത്തിന്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ള ഈ സമയത്ത് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം സ്നേഹദീനം എന്നത് ഇന്ന് ഒരുപാട് ആളുടെ വികാരമാണ്. നമുക്കറിയാം ആരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രയാസങ്ങളുടെയും നെരുപ്പോടുകൂടെയും അനാഥത്വത്തിന്റെയും സങ്കടങ്ങളുടെയൊക്കെ പരീക്ഷണങ്ങളോട് സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ് സ്നേഹദിനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒന്ന് കിടന്ന് എഴുന്നേൽക്കാൻ പോലും, കട്ടിൽ നിന്ന് മാറി തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത ആളുകൾ, ഉറ്റവരും ഉടയവരും ഇല്ലാതെ തനിക്ക് താങ്ങും തണലുമാവേണ്ട ആളുകൾ തന്നെ കൈയൊഴിഞ്ഞവർ, അല്ലെങ്കിൽ അത് വിധിയും ബാധ്യതയുമായി വിധി എഴുതപ്പെട്ട് അങ്ങനെ അവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തി കണ്ണൂർ മമ്മാലി അവർക്കും പിന്നെ നമ്മുടെ അധ്യക്ഷൻ ബുള്ളറ്റുമാനും സാദി ഇന്ത്യ, അങ്ങനെ ഓരോരുത്തർക്കും ഈ സ്നേഹതീരത്തിന്റെ ഈ പല കുടുംബങ്ങളിൽപ്പെട്ടവരായിട്ടും സ്വന്തം കുടുംബത്തെ പോലെ തന്നെ നോക്കുന്ന നമ്മൾ ഈ സ്നേഹതീരത്തിന്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും കൂടിയിട്ട് എന്റെ സ്നേഹമായ ആശംസ നൽകുന്നു. അടുത്തതായി കണ്ണൂരിൽ നിന്ന് 5 പേര് ഒരാളെ കൂടി ഉണ്ടല്ലോ ഇവിടെ. എന്റെ പേര് സന. ജസ്റ്റ് വെയിറ്റ്. അടുത്തതായി അസൂറ മിക്സിലെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസൂറ എന്നാണ്. എനിക്ക് പൊതുവേ നല്ല മേക്ക് കണ്ട വെറുപ്പ്, അതാണ് ഇപ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുന്നു. റാഷിദ് ഭായ് നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ വി ക്രിയേറ്റേഴ്സ് ഫാമിലി ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ മമ്മാലിക്ക, അധ്യക്ഷൻ മാനുവക്ക, എൻ്റെ പ്രിയ സുഹൃത്ത് സാദി ഇന്ത്യ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് എൻ്റെ സുഹൃത്തുക്കളെ, കനിവ് സ്നേഹതീരത്തിൻ്റെ അമ്മമാരെ, വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ പോവുകയാണ്.
അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്ന, അവരെ അകറ്റി നിർത്താത്ത ഒരു കൂട്ടത്തെ ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നത് നമുക്കറിയാം. മാതാപിതാക്കൾ എന്നുള്ളത് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും നാം കണ്ടുവരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി കാരുണ്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നു വെച്ചു എന്നുള്ളതാണ്. കനിവ് സ്നേഹതീരത്തെക്കുറിച്ച് പറയുമ്പോൾ പല അനുഭവങ്ങളാണ് എൻ്റെ മുന്നിൽ ഓടി വരുന്നത്. ഇവിടെ എത്തിപ്പെടുന്ന ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ജീവചരിത്രങ്ങൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മളൊന്നും അനുഭവിക്കാൻ ഈ ഒരു വി ക്രിയേറ്റേഴ്സിൻ്റെ കീഴിൽ നടത്തിയ ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിൻ്റെ പൂർണ്ണ അർത്ഥവത്തായ രീതിയിൽ നടത്താൻ പറ്റട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കും. അപ്പോൾ ഈ അടുത്തായിട്ട് ഇതുപോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ലൊരു ഡിസ്കഷൻ വന്ന ഒരു സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ പലരും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൈവസി, പലർക്കും ഒരു സുതാര്യത ഇല്ല, എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ്, ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല, അങ്ങനെ പല പല അലിഗേഷൻസ് നമ്മൾ പിന്നെ കേട്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഈ മുന്നിലിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അതാണ് മനസ്സിൽ ഓർമ്മ വന്നത്. കാരണം ഇവരൊക്കെ മനസ്സിലുള്ള ഒരു സന്തോഷം, നമ്മളൊക്കെ അത്രയും അടുത്ത് ഇടപഴകാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ അടുത്തേക്ക് ഇവര് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം എത്രത്തോളം നമ്മളൊക്കെ എന്താ പറയാ പബ്ലിക്കിനെ ഇടകലർത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോണത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഏതെങ്കിലും രീതിയിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കാന്നല്ല, അത് നമ്മുടെ കടമയാണ്. കാരണം ഞാനിപ്പോ അങ്ങനെ പോരുന്ന സമയത്ത് ചിന്തിക്കായിരുന്നു, എത്രയെത്ര രോഗികൾ, എത്ര പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, ചെറിയൊരു അസുഖം വന്നാൽ മതി നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി ആകെ താളം തെറ്റാൻ. അതിന്റെ പുറമെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും കൂടെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏണിങ്സിന്റെ ഡബിൾ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സേവിങ്സ് ഇല്ലാത്ത വരുന്ന സമയത്ത് അതൊന്നും ഇല്ലാതെ ഓരോ ദിവസവും നമുക്ക് 24 hour നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളെല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ അവകാശപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ചേർത്ത് പിടിക്കല് നമ്മളൊക്കെ കടമയാണ്. ആദ്യം നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരെ പിടിച്ചിട്ട്, അതായത് നമ്മളെ രക്ഷിതാക്കളെ, നമ്മളെ സ്നേഹം തന്ന് വളർത്തിയവരെ, പിന്നെ ഇതുപോലെ ഇത്രയും ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി തള്ളാതെ മാക്സിമം ചേർത്ത് പിടിക്കാൻ പറ്റിയ ആരും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും നമ്മളെ കുടുംബത്തിലോ നമ്മളെ ചുറ്റുപാടിലൊക്കെ. അപ്പൊ അവരൊക്കെ ആദ്യം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും അതിന്റെ പുറമെ ഇവരൊക്കെ നമുക്ക് വേണ്ട നമ്മളെ സഹജീവി സ്നേഹം, അത് നമ്മളെ എല്ലാവരും മുറുകെ പിടിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി ഞാൻ കൂട്ടത്തിൽ തരികയാണ്. നമ്മൾക്കറിയാം, ആരും ആഗ്രഹിക്കാത്ത, മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ എനിക്കും കിട്ടിയില്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഒരു സംഗതിയാണ് മരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരൊക്കെ അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ ഇത്ര നേരത്തെ അങ്ങനെ നമ്മളൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ എനിക്കായിരുന്നു അത് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. രോഗശയ്യ കിടക്കുന്നവരാവട്ടെ, മാനസികമായിട്ട് ചിലപ്പോൾ അസുഖം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മാനസികമായിട്ട് അവരുടെ കുടുംബത്തിലെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നോക്കാൻ ആരുമില്ല, ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാത്ത അവസ്ഥ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ മരണം ആഗ്രഹിച്ച് ഭൂമിയിൽ ഒരാൾ ജീവിക്കേണ്ട അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന് എല്ലാവിധ നന്ദിയും കടപ്പാടും നമ്മളെ ഇങ്ങനെ അടുത്ത ഇടപഴകാൻ സാധിച്ചതിന്, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മളെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അത് വസൂറത്താനോട് പറഞ്ഞില്ല വരി, നമ്മളിപ്പോ കുറേ നേരം ആലോചിക്കണം എന്ത് പറയണം എന്നുള്ളത്. ഏതായാലും 2 വാക്ക് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി.
ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇവരൊക്കെ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റുമെന്ന്. പക്ഷേ ഇവിടത്തോട്ട് ഈ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, നമുക്കൊന്നും പറയാൻ കിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇതുപോലൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ്. കാരണം അതിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ വരാൻ പറ്റുമോ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എന്താണ് സംസാരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിഷമമായി പോവോ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പം അവർക്ക് അവരുടെ മക്കളെ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംഗതി. പക്ഷേ ഇവിടെ ഈ ഒരു സീറ്റ് നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അമ്മമാരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, നല്ല സന്തോഷത്തിൽ. അവർക്ക് അവരുടെ മക്കളായിട്ട് തന്നെയാണ് അവരെ മനസ്സിലുള്ളൊരു സംഭവം. ഇതുപോലൊരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ആവാൻ പറ്റുക തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം നിൽക്കുന്നൊരു സംഗതിയാണ്. എപ്പോഴും നമ്മളെ ഫാമിലിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർ ചെയ്തു തരുന്നതും ഒക്കെ നമുക്ക് ചില സമയങ്ങളിൽ നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെ നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ആസ് എ മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മമ്മാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ ശരിക്കും ഞാൻ പുറത്ത് ജോലി ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകനല്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ല എൻ്റെ ഒന്നും എന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് സൗദി അറേബ്യയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ട് അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ അപ്പൊക്കെ മനസ്സിൽ കരുതിയ സംഗതി എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ മമ്മ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു ഞാൻ ആ സമയം മൊത്തം ഇതാക്കിയത്. പക്ഷെ അന്ന സമയത്തൊക്കെ മമ്മ ഇങ്ങനെ പറയും, എന്നെ അവിടെ കണ്ടിന്യൂ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഞങ്ങളിവിടെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നതായിരുന്നു മമ്മ എപ്പോഴും പറയും. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഒരു നല്ലൊരു ജോലി, ഒരു നല്ലൊരു കരിയർ ഇല്ലാതായി പോകുന്നുള്ളതായിരുന്നു മമ്മയ്ക്ക് എപ്പോഴും ഒരു ബേജാറ്. ചില സമയങ്ങളിലൊക്കെ ഇവരിങ്ങനെ നമ്മൾ അകറ്റി നിർത്തുന്ന പോലെയൊക്കെ സംസാരിക്കും. ചിലപ്പോൾ നിന്റെ ആവശ്യം ഇവിടെ അല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം നല്ല ഹാപ്പിയാണ്, നിങ്ങളെ കാര്യങ്ങളൊന്നും നോക്കാതെ ഞങ്ങൾക്ക് നല്ല 2 കൈയും വിട്ട് പറക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ മമ്മ. കുറച്ചൊക്കെ എന്താ പറയണ്ടേ അറിയണില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോ ഇവിടെ വന്നതിലും നിങ്ങളൊക്കെ കണ്ടതിലും ഒരുപാട് സന്തോഷമാണ്. ഞാൻ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, പറയുമ്പോൾ സ്റ്റെപ്പൊക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ആശംസകൾ, നമ്മളെ ഗ്രൂപ്പിൻ്റെ. സാദിന്റെ സ്പോൺസർ ചെയ്യുന്ന 2-3 അവാർഡുകൾ അത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് മമ്മാലിക്ക് തന്നെ സാദിന്റെ സമ്മാനിക്കുന്നു. ഇപ്പൊ ഞാൻ സംവദിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ടൂറിലും അറിയാൻ പറ്റും, എൻ്റെ സ്വന്തം നിലയിൽ എന്തെങ്കിലുമൊക്കെ സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് സ്നേഹസമ്മാനം കൊടുക്കാൻ പറ്റിയ വലിയൊരാൾ ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട മമ്മാലി കണ്ണൂര്. അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടാവാൻ കാരണം അദ്ദേഹത്തിന്റെ ഓരോ വരികളും സ്നേഹത്തിന്റെ വരികളാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന വരികളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഉപഹാരം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. The Best Animal Charity Award 2025 goes to റസിയ തൃശൂർ. റസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരാളാണ്, അതുപോലെ മനുഷ്യരെയും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവരൊന്ന് ആദരിക്കാൻ തോന്നി. ഇവിടെ ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ മമ്മാലിക്കാണ്. കൈയടിക്കും ക്ലേ. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒരു
വലിയ കലാകാരനാണെന്ന കഴിവ് പുറത്തു കൊണ്ടുവന്ന ആളെയാണ്. ലാസ്റ്റ് അദ്ദേഹം ചെയ്തൊരു ഷോർട്ട് ഫിലിം എന്റെ ഡയറക്ഷനിൽ ബെസ്റ്റ് ആക്ടഡ് അവാർഡ് ഫോർ തണൽ മരം സുധീർ പാണ്ടിക്കാട്. ഒന്ന് കൈയടിക്കും പ്ലീസ്. ഉപഹാരം കൊടുക്കുന്നത് മമ്മാലിക്ക. എന്റെ വീഡിയോയിലൊക്കെ ശബ്ദം നൽകുന്ന ആളാണ് നമ്മുടെ ഷാനാത്ത് അശുവിന്റെ ഉമ്മയാണ്. പ്ലീസ്. ഇവരൊക്കെ നമ്മളെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരുപാട് കഴിവുകളുള്ള ആളാണ്, അറിയാതെ പോകുന്ന ആളുകളാണ്. അവരൊക്കെ പ്രൊമോട്ട് ചെയ്യലാണ് എന്നെ പോലെയുള്ള ആളുകളുടെ ഡ്യൂട്ടി. അത് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മാലിക്ക് തന്നെയാണ്. ഒന്ന് കൈയടിക്കും മക്കളെ. രണ്ട് വാക്ക് സംസാരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ കയറുന്നത്. ആ വേദിയിൽ കയറി എൻ്റെ മോനാണ് എനിക്ക് അതിനൊരു അവസരം തന്നത്. അതിന് എൻ്റെ മോനോടാണ് ഞാൻ കൂടുതൽ നന്ദി പറയുന്നത്. എൻ്റെ മോനെ പറഞ്ഞിട്ട് കുഞ്ഞാവ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് ജനങ്ങൾ മുന്നിൽ കൊണ്ടുവന്നത് എൻ്റെ മോനാണ്. ഇന്ന് ഞാൻ എൻ്റെ മോനായിട്ടാണ് മൂപ്പരെ കാണുന്നത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉമ്മാന്റെ പാട് ഉമ്മയേക്കാൾ സ്നേഹമുള്ള സൃഷ്ടിലോകത്തുണ്ടോ? ഉമ്മറത്ത് കാത്തു നിൽക്കും ദൃഷ്ടി വേറെയുണ്ടോ? ഉറങ്ങിടാനാ കൈകളേക്കാൾ നല്ല ശൈലിയുണ്ടോ? ഉറവറ്റാതൊഴുകിടുന്ന കരുണ മനസ്സുണ്ടോ? ഉമ്മയേക്കാൾ സ്നേഹമുള്ള സൃഷ്ടിലോകത്തുണ്ടോ? ഉമ്മറത്ത് കാത്തു നിൽക്കും ദൃഷ്ടി വേറെയുണ്ടോ? പ്രണയത്തിൻ മുഖം കൊണ്ട് പലരെയും കരയിക്കും പലവിധ പ്രേമങ്ങൾ. എന്നും പലവട്ടം പലരോട് പതിവായി വിളിക്കണ ഭായത്തി ചെക്കന്മാർ നമ്മുടെ മനസ്സിലെ സുന്ദരന്മാർ. ഒരു നാളിൽ ഫോണിലെ മിസ്കോളായി വന്ന് അതുവഴി ഫോണിൽ ആരാണെന്ന് വിളിച്ച് ഉടനടി അവനോട് കൊടുക്കിലും വീണ്. ഒരു നാളിൽ ഫോണിലെ മിസ്കോളായി വന്ന് അതുവഴി ഫോണിൽ ആരാണെന്ന് വിളിച്ച് ഉടനടി അവനോട് കുടുക്കിലും വീണ്. പ്രണയിച്ചു തീർന്നില്ല എന്നും രാത്രി വിളിയായി നമ്മുടെ മനസ്സിൽ ഹരമായി മനതാരിൽ കുളിരായി പ്രണയം ജോറായി നമ്മുടെ ഫോൺ വിളി തീരാറായി. മുഖം കണ്ട മനുഷ്യനെ മയക്കണ ചെക്കൻ മുഖപത്തിൽ നിഴൽ പോലെ മനസ്സിൽ വന്ന് മനസ്സിന്റെ അകക്കൊമ്പ് പിടിച്ചൊരു ചെക്കൻ മറന്നു കളയല്ലേ അമുത്തെ പാറിയകലല്ലേ എന്നെ പ്രണയിച്ചു വാക്കിയ പണിയഴകുള്ള തടിമഴി കണ്ണാലെ എന്റെ അഴകുള്ള പൂമോനെ. ഇവിടെ വന്ന സമയം ആരെ അറിയാത്തത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരാൻ തോന്നിച്ചത് ഈ ഒരു കഴിവെന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും ദൂരം ഞാൻ വന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു പ്രവാസിയാണ്. അപ്പോ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ആഡും ചെയ്യുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് സാറേ? കുഴപ്പമില്ലല്ലേ? ഹായ്, മണ്ടൂലല്ലേ? നയന, അസ്സലാമു അലൈക്കും. ഫുഡ് എങ്ങനെയുണ്ട്? അസ്സലാമു അലൈക്കും. മോക്ക് സുഖമല്ലേ? ഷിയാബേ ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബേബി ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി.
റസിയ സമ്മാനം കിട്ടിയല്ലോ, സന്തോഷമായി? മോളോട് പറഞ്ഞോ? ക്യാപ്റ്റൻ ഫുഡ് എങ്ങനെയുണ്ട്? പൊളിയാ? ഫുഡ് എങ്ങനെയുണ്ട്? പൊളി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തൂസേ? ഫുഡ് എങ്ങനെയുണ്ട്? പൊളിയാ? ഓയ് അഡ്ജസ്റ്റ് ചെയ്യാം. സുധീറേ ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. നാന ഫുഡ് കുഴപ്പമില്ലല്ലോ. എല്ലാവരും മെയിനാണ് ഇവിടെ, അങ്ങനെ മെയിനൊന്നും കേട്ടില്ല. കണ്ണ് അല്ല കണ്ണിട്ടോ. ഇന്ന് ഞങ്ങൾ കനിവ് സ്നേഹതീരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട മനാഫ് കണ്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ കാളിയാവ് എന്നാണ് കണ്ടത് അല്ലേ? കാളിയാവ് എന്നാണ് നമ്മൾ കണ്ടത്, ഹിമേന്ന്. പിന്നെ നമ്മുടെ പാട്ടുകാരന് കണ്ണൂർ മമ്മാലിക്ക മുപ്പരുന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം അല്ലേ? വീട്ടിൽ നിന്ന് എന്നും പോകുമ്പോൾ ഉപ്പമാർക്കും ഉമ്മമാർക്കും എന്താ വേണ്ടിയും ചോദിക്കുന്ന ഒരാളാണ്. ഓക്കെ, 2 വാക്ക് പറയും മനാഫ്. ഒന്നുമില്ല, വീണ്ടും കനിവിലേക്ക് വന്നതാണ്. സാദി ഇന്ത്യൻ്റെ നേതൃത്വത്തിൽ പുതിയ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ. ഒന്നുമില്ല, ഇവിടെ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 പ്രാവശ്യം വിളിച്ചാലും ഞാൻ വരാൻ റെഡിയാണ്. മനസ്സിന് സന്തോഷം. ഇവിടെ അമ്മമാര്, ഒരുപാട് അച്ഛന്മാര്, ഒരുപാട് മനുഷ്യരുടെ ജീവിതം അത് കാണാൻ പറ്റും. അതാണ് ഉമ്മമാരെ കുറിച്ച് രണ്ടുപേരും പാട്ട് എല്ലാവർക്കും വേണ്ടി. ഞാനും കേട്ടില്ല പാട്ട്. ഉമ്മയെ കുറിച്ചുള്ള ഞാനൊരു പാട്ട് പാടാം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നു നീയോർക്കു നിൻ കുഞ്ഞു ദിനരാത്രം, ഒന്നുറങ്ങില്ല പാതിരാവിലുമാ നേത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. സൂപ്പറായിട്ട് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ഇതുപോലെയുള്ള നല്ല മനുഷ്യന്മാരെ കണ്ടുമുട്ടട്ടെ ഇനി. ക്രിയേറ്റേഴ്സിൻ്റെ ഒരു സ്നേഹ വിരുന്നായിരുന്നു ഇവിടെ കനിവിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏകദേശം 5 പ്രാവശ്യമുള്ള പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇന്ന് ബി ക്രിയേറ്റേഴ്സിൻ്റെ ഏകദേശം 700 ആളടങ്ങനെ ഒരു യൂട്യൂബ് ഫാമിലിയാണ് ബി ക്രിയേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ റാഷിദ് ഭായ് നമ്മളൊരു ആവശ്യം പറഞ്ഞു ഇവിടെ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അച്ഛനമ്മമാർ ഈ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഒരു ഉദ്യാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റും ചോദിച്ചു. എൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് 30,000 രൂപയാണ്. എൻ്റെ ബി ക്രിയേറ്റേഴ്സിന് നമ്മുടെ എല്ലാ ചിലവും കഴിച്ചിട്ട് 27,000 രൂപ കൊടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ചെറുതും വലുതുമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ ബി ക്രിയേറ്റേഴ്സിന് സാധിക്കും. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫീന, ബുള്ളറ്റ്, മനാഫ എല്ലാവരും, ആരുടെ പേര് മിസ്സാവുന്നില്ല, എല്ലാവരും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇത് സാധിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ മനാഫ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അധികം നാളായില്ല അവിടെ ഒരു ഒത്തുചേരൽ കൂടിയിട്ട്. ഈ കൂട്ടത്തിന് ശേഷം ഇവരെല്ലാവരും, കാരണം എന്ന് പറഞ്ഞാൽ ഇതിലാരും വലിയ പണക്കാരായ യൂട്യൂബേഴ്സ് ആരുമില്ല, ഒരു സാധാരണ ആളുകളാണ്. ഓർക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവേ ഇവരെല്ലാവരും കൂടി സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക്, കാരണം ഈ സ്ഥാപനത്തിൽ അർഹമായ കാര്യമാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമാണ് പണം. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ എന്നും ഓർക്കപ്പെടും. ആ ഒരു ഉദ്യാനം, ആ പ്രായമുള്ള അച്ഛന്മാർക്ക് എല്ലാവർക്കും വന്നിരിക്കാനും അതൊരു വലിയൊരു മെസ്സേജാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. കാരണം ഇവിടുത്തെ അച്ഛനമ്മമാരെ കണ്ട് കൊതി തീർന്നില്ല, വീണ്ടും വരുമെന്ന ഉറപ്പോടു കൂടി. അപ്പൊ നമുക്ക് നന്ദി പറയാ എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹബി നമ്മളോട് നന്ദി പറയുന്നതാണ്.
എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് വി ക്രിയേറ്റേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയോടാണ്. നമ്മുടെ ഈ ഒരു കൂടിച്ചേരൽ സ്നേഹവീട് എന്നുള്ള നമ്മുടെ ഈ ഒരു സന്നിധിയിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളെ മക്കളെ കൂട്ടിയിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും പ്രായമാവും. ഈ ഒരു അവസരമൊക്കെ നമുക്കും കഴിഞ്ഞു കൂടാനുള്ളതാണ് എന്നുള്ളത് നമുക്കൊരു ഉൾവിളി തോന്നും. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കരുതലോടെയൊക്കെ ജീവിക്കുക. പിന്നെ ഈ സ്നേഹവീടിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇവിടെയുള്ള അച്ഛനമ്മമാരെ ഒരു ക്ഷേമം അറിയിക്കാതെ സന്തോഷത്തോടെ അവരെ പോറ്റുന്ന എല്ലാവർക്കും നമ്മളെ വി ക്രിയേറ്റേഴ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.